ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡെഡ്പൂളിൻ്റെ 1ഉം 2ൻ്റെ റീക്യാപ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡെഡ്പൂൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നായകൻ്റെ പേര് വെയ്ഡ് വിൽസൺ. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ റയാൻ റെനോൾഡ്സ് ആണ്. വെയ്ഡ് വിൽസൺ ഒരു ഫ്രീലാൻസ് മെർസനറിയാണ്. അദ്ദേഹം ഒരു പബ്ബിൽ വെച്ചിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പരിചയപ്പെടാണ്, വെനസ എന്ന് പറഞ്ഞിട്ട്. അവളായിട്ട് ഇഷ്ടപ്പെടുന്നു, അവളായിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് വെയ്ഡ് മനസ്സിലാക്കുന്നത് തനിക്ക് ഒരു മരണകാരണമാകുന്ന ഒരു ക്യാൻസർ പിടിപെട്ടിട്ടുണ്ടെന്ന്. വെനസയുടെ അടുത്ത് പറയാതെ ആൾ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. വെനസയുടെ മുന്നിൽ വെച്ച് മരിക്കാനും വെനസ തൻ മരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വിഷമം സഹിക്കില്ല വെനസ. അതുകൊണ്ട് പുള്ളിക്കാരിനെ ഇട്ടിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരാളെ പരിചയപ്പെടുകയാണ്. ഒരു റിക്രൂട്ടർ എന്നാണ് അയാളുടെ ഡ്യൂട്ടി. അദ്ദേഹം വെയ്ഡിനെ ഒരു ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ച് അജാക്സ്, ഏഞ്ചൽ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ പരിചയപ്പെടാണ്. അവർ നമ്മുടെ വെയ്ഡിൻ്റെ ശരീരത്തിൽ ഒരു സെറം കയറ്റുകയാണ്, മ്യൂട്ടൻ ജീൻസ്. എന്നിട്ട് അജാക്സും ഏഞ്ചൽ ഡസ്റ്റും വെയ്ഡിനെ കുറെ ടോർച്ചർ ചെയ്യും, എന്തെങ്കിലും മ്യൂട്ടേഷൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ വെയ്ഡ് അജാക്സിനെ റിയൽ നെയിം ഫ്രാൻസിസ് ആണെന്ന് മനസ്സിലാവും. അത് കേട്ടിട്ട് വെയ്ഡ് അവനെ കളിയാക്കുമ്പോൾ അജാക്സ് എന്ത് ചെയ്യും, വെയ്ഡിനെ ഹൈപ്പോബാരിക് ചേംബറിൽ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഇടും. അങ്ങനെ ഇട്ടിട്ട് ആളുടെ മറ്റേ മ്യൂട്ടേഷൻ ഉള്ള ജീൻസൊക്കെ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ക്യാൻസർ ഇല്ലാതെയാവും. പക്ഷേ അത് റിയാക്ട് ചെയ്തിട്ട് അവൻ്റെ സ്കിന്നൊക്കെ ഒരു ബേൺ ചെയ്ത് പോയ പോലത്തെ ഒരു ഫീലൊക്കെ ആവും. മൊത്തത്തിൽ അവൻ്റെ ഒരു വൃത്തികെട്ട മുഖമായി മാറും. അതിനുശേഷം വെയ്ഡ് ആ ചേംബറിൽ നിന്ന് രക്ഷപ്പെടാണ് പല കാര്യങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട് ആദ്യം ചെയ്യുന്ന അജാക്സിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അജാക്സിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അജാക്സ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റും എന്ന് പറയുന്നു. ആ പറയുന്നതിനിടയ്ക്ക് തന്നെ അജാക്സ് അവനെ അറ്റാക്ക് ചെയ്ത് തീയിലിട്ടിട്ട് പോകും. തീയിൽ ഇട്ട് അവിടെ കത്തി എരിഞ്ഞു പോയതിനു ശേഷം പിന്നെയും അവിടെ നിന്ന് അവൻ രക്ഷപ്പെടാൻ ചെയ്യണം. അവൻ്റെ മ്യൂട്ടേഷൻ വെച്ചിട്ട് ആ ലാബിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടതിന് ശേഷം ആദ്യം അവൻ ചെന്നത് വെനസയുടെ അടുത്തേക്കാണ്. വെനസയുടെ മുന്നിൽ അവന് രക്ഷപ്പെടാൻ അവനൊരു മടിയായിരുന്നു. അവൻ്റെ മുഖമൊക്കെ ആകെ ഭംഗിയില്ലാതായാലും അവളെങ്ങനെ അത് കാണുമ്പോൾ റിയാക്ട് ചെയ്യാന്ന് അവനൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് അവൻ ആദ്യം അവളുടെ മുന്നിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം അവൻ അഡ്വൈസ് നേടാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകും, വീസിൽ എന്ന് പറയുന്നത്. വീസിലിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയും. പിന്നീട് അവൻ മാസ്കൊക്കെ വെച്ചിട്ട് അജാക്സിനെ പിന്തുടരാൻ തുടങ്ങും. അവൻ്റെ ആ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ക്യൂർ അന്വേഷിച്ച് അവൻ ഒരു വിജിലാൻ്റ് ആണ്. പിന്നെ അവൻ ആ ക്യാരക്ടറിനെ അവൻ ഡെഡ്പൂൾ എന്ന് പേരിടും. അത് കാര്യം എന്ന് പറഞ്ഞാൽ വീസിൽ അവനെ സെലക്ട് ചെയ്തത് ഒരു ഡെഡ്പൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അവൻ ആ പേര് ആക്സെപ്റ്റ് ചെയ്യാണ്. അതിനുശേഷം അവൻ ഡെഡ്പൂളായിട്ട് ഒരു കണ്ണു കാണാത്ത ഒരു പുള്ളിക്കാരി അടുത്ത് പോയിട്ടാണ് താമസിക്കുന്നത്. ആ പുള്ളിക്കാരിയുടെ പേരാണ് ആൽ. അവൻ പിന്നെ അജാക്സിൻ്റെ ബാക്കിയുള്ള കൂട്ടാളികളൊക്കെ പിടിച്ച് കൊല്ലാൻ തുടങ്ങും, അജാക്സിന് വേണ്ടിയ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ കുറേ പേരെ കൊന്ന് ലാസ്റ്റിൽ അവനെ റിക്രൂട്ട് ചെയ്ത ആളുടെ അടുത്തേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവൻ ചോദിക്കും അജാക്സിൻ്റെ കാര്യം. അപ്പോൾ അജാക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കും. ഇവൻ പിന്നെ അജാക്സിൻ്റെ ആൾക്കാരായിട്ട് പിന്നെ കണ്ടുമുട്ടുന്നു, ഫൈറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് എല്ലാവരെയും കൊല്ലും. ലാസ്റ്റിൽ അജാക്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുത്തി ഇങ്ങനെ നിർത്തും, പക്ഷെ കൊല്ലില്ല. എന്നിട്ട് ക്യൂറിന് വേണ്ടിയിട്ട് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്താണ് എക്സ്മെൻ്റെ കുറച്ച് ആൾക്കാർ വരുന്നത്. കൊളസസും പിന്നെ അവൻ്റെ ട്രെയിനി ആയ നെഗസോണിക് ടീനേജ് വാർഹെഡ്, നമ്മുടെ കൊളസസിൻ്റെ ട്രെയിനിയാണ്. അവർ ഇവൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഇവനെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് പറയും, നീ ഇങ്ങനെ നിർത്തണം, എന്നിട്ട് ഞങ്ങളുടെ എക്സ്മെൻ ഗ്രൂപ്പിൽ ചേര്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അജാക്സ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് അജാക്സ് നേരെ പോകുന്ന വീസിലിൻ്റെ ബാറിലേക്കാണ്. അവിടെ വെച്ച് മനസ്സിലാക്കും, അവിടെ ഒരു ഫോട്ടോ കിട്ടും, നമ്മുടെ വെയ്ഡ് വിൽസണും വെനസയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ. അപ്പോൾ അജാക്സ് എന്ത് ചെയ്യും, വെനസനെ പോയിട്ട് കിഡ്നാപ്പ് ചെയ്ത് ഒരു പഴയ ഷിപ്പിൽ കൊണ്ടുപോയി കെട്ടിയിടും. അവിടേക്ക് നമ്മുടെ എക്സ്മെൻ കഥാപാത്രങ്ങൾ രണ്ടുപേരും, കൊളസസും നെഗസോണിക് ടീനേജ് വാർഹെഡും ഡെഡ്പൂളും കൂടിയിട്ട് വെനസനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അതൊരു ഷിപ്പ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് ചെയ്ത് വെച്ചിരുന്ന ഷിപ്പാണ്. അവിടെ വെച്ച് നമ്മുടെ അജാക്സിൻ്റെ കൂട്ടാളിയായ ഏഞ്ചൽ ഡസ്റ്റും ബാക്കി കുറേ ആർമി ആൾക്കാരും കൂടി അറ്റാക്ക് ചെയ്യും ഇവനെ. എല്ലാവരും തട്ടി ഡെഡ്പൂളിന് അജാക്സിൻ്റെ അടുത്തേക്ക് എത്തണം. ആ സമയത്ത് നെഗസോണിക് ടീനേജ് വാർഹെഡ് ഭയങ്കര ആക്ടിവേറ്റ് ചെയ്തിട്ട് മൊത്തം പൊട്ടിത്തെറിപ്പിച്ച് പോവും. ആ സമയത്ത് നമ്മുടെ ഡെഡ്പൂള് നമ്മുടെ വെനസനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരായിരിക്കും. ആ പൊട്ടിത്തെറിയിൽ നിന്ന് നെഗസോണിക്കിനെയും ഏഞ്ചലിനെയും നമ്മുടെ കൊളോസസ് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷെ അജാക്സിനെ നമ്മുടെ ഡെഡ്പൂള് പിടിച്ച് കൊണ്ടുവരും. ഇടിച്ച് കുറേ പരിപ്പാക്കിയതിന് ശേഷം ചോദിക്കും, എന്നിട്ട് ക്യൂർ എന്താണെന്ന് ചോദിക്കും. പക്ഷെ അജാക്സ് പറയും, ഇതിനൊരു ക്യൂറില്ല,
അജാക്സ് ക്യൂറില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡെഡ്പൂളിന് ഭയങ്കര ദേഷ്യം വന്ന് കൊല്ലാൻ പോകുന്ന സമയത്ത് കൊളസസ് പിടിച്ചേർത്ത് വന്നിട്ട് പറയും, നീ ഇത് ഇങ്ങനെ കൊല്ലരുത്, നീ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ പവേഴ്സ് യൂസ് ചെയ്യും. പക്ഷേ അറ്റ് ലാസ്റ്റ് അജാക്സിനെ ഇവൻ വെടിവെച്ച് കൊല്ലാണ് ചെയ്യണത്. വെടിവെച്ച് കൊല്ലുന്നതിന് ശേഷം പിന്നീട് നമ്മുടെ വെനസ് ഡെഡ്പൂളിന് മനസ്സിലാവുന്നു ഇവൻ വെയ്ഡ് വിൽസൺ ആണെന്ന്. പുള്ളിക്കാരി അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടാണ്, നീ എന്താണ് എൻ്റെ അടുത്ത് പറയാതെ പോയത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ലാസ്റ്റിൽ അവർ ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി അവനെ ആക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണ് ഡെഡ്പൂൾ 1 അവസാനിക്കുന്നത്. ഡെഡ്പൂൾ 2 പിന്നീട് അവൻ ഡെഡ്പൂളായിട്ട് പിന്നെ മെഴ്സണറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ്റെ ഒരു ആനിവേഴ്സറി ആയിരുന്നു. അന്ന് അവൻ ഒരു ടീംസിനൊക്കെ കുറേ പേരെ കൊന്നിട്ടാണ് അവൻ വന്നത്. അങ്ങനെ അവർ ഒന്നിക്കാൻ തീരുമാനിക്കുന്ന ദിവസം തിരിച്ച് ഇവർ ഗുണ്ടകളെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ അറ്റാക്കിൽ വെനസ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുള്ളപ്പോൾ തന്നെ പോയിട്ട് കൊന്നവനെ വണ്ടി ഇടിച്ച് കൊല്ലാണ് ചെയ്യുന്നത്. പിന്നെ അവൻ ദുഃഖം സഹിക്കാൻ പറ്റാതെ 6 മാസം ശേഷം അവൻ സ്വയം സൂയിസൈഡ് ചെയ്യാണ്. കുറേ മണ്ണെണ്ണ ജാറുകളുടെ മേളിൽ അവൻ കിടന്ന് അതിലേക്ക് തീയിട്ട് അവൻ പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അവൻ ഒരു ആഫ്റ്റർ ലൈഫ് ഒരു സീനാണ് കാണിക്കുന്നത്, അവൻ അവളെ കാണുന്നതായിട്ട്. പിന്നെ കാണിക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊളസസ് ഇവൻ്റെ കഷ്ണങ്ങളൊക്കെ പറക്കി കൂട്ടി ഒരു ബാഗിലാക്കി എക്സ്മെൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് കൊളസസിൻ്റെ ബോഡിയെല്ലാം കൂട്ടിച്ചേർത്ത് അവൻ്റെ ഫുൾ ബോഡി ഉണ്ടാവുക ചെയ്യണേ. ഫുൾ ബോഡി ഉണ്ടായതിനു ശേഷം അവന് ആകെ വെനസയുടെ ഓർമ്മയ്ക്കായിട്ടുള്ളത് ആനിവേഴ്സറിക്ക് കിട്ടിയ ഒരു കോയിനാണ്. പിന്നെ എക്സ്മെൻ്റെ ആ മാൻഷനിലാണ് അവനെ പിന്നെ അവർ നോക്കുന്നത്. അവൻ പിന്നീട് മനസ്സ് മാറി എക്സ്മെൻ്റെ ഭാഗമാവാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഒരു റസൽ കോളിൻ എന്ന് പറഞ്ഞൊരു ഓർഫൻ, അവനൊരു മ്യൂട്ടൻ്റാണ്. അവൻ അൺസ്റ്റേബിൾ ആവുന്നതും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് കോർപ്പറേഷൻ്റെ അണ്ടറിൽ ജീവിക്കുന്ന ഒരു ഓർഫനായിരുന്നു. അപ്പോൾ അവനിങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ അവനെ മിസ്ബിഹേവ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെഡ്പൂളും നമ്മുടെ എക്സ്മെൻ നെഗസോണിക്കും കോളസസും ചെല്ലും. പക്ഷേ അവൻ്റെ ആ സംസാരത്തിൽ ഏതൊരു സ്റ്റാഫ് അവനെ മിസ്ബിഹേവ് ചെയ്തതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഡെഡ്പൂൾ ആ സ്റ്റാഫിനെ വെടിവെച്ച് കൊല്ലും. എന്നിട്ട് കൊളസസ് പിടിച്ച് അവനെ മാറ്റാണ് ബാക്കി ആരെയും കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മിസ്ബിഹേവ് ചെയ്ത സ്റ്റാഫിനെ കൊന്നതിനും പിന്നെ കോളിൻസിനെയും പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൻ്റെ കഴുത്തിലൊരു കേബിൾ ഇടും. അപ്പോൾ അവൻ്റെ പവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പവറില്ലാതെ അവർ ഒരു ഐസ് ബോക്സ് പറയുന്ന ഒരു ജയിലിലേക്കാണ് ഇവർ രണ്ടുപേരെയും കൊണ്ടുവിടുന്നത്. ആ നെക്കിൽ ആ ബാൻഡ് ഉള്ളിടത്തോളം കാലം അവർക്ക് പവർ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കാണിക്കുന്നത് കേബിൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, സൈബർനെറ്റിക് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അത് ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ റസൽ കോളിൻ നമ്മുടെ കേബിളിനെ കൊല്ലുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കേബിൾ എന്ത് ചെയ്യും, ടൈം ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ പ്രസൻറ്റിലേക്ക് വന്ന് ഈ കോളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരാണ്. ഐസ് ബോക്സിലേക്ക് വരാണ്. ഐസ് ബോക്സിൽ വന്നിട്ട് കോളിനെ കൊല്ലാൻ ശ്രമിക്കും. അവിടേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ്പൂൾ ഇടപെട്ട് കോളിനെ കൊല്ലാതെ രക്ഷപ്പെടുത്താൻ നോക്കും. രക്ഷപ്പെടുത്താൻ പോകുന്ന ഇടയിൽ കേബിളിന് നമ്മുടെ വേഡിൻ്റെ വെനസയുടെ ഓർമ്മയിലുള്ള ആ കോയിൻ കിട്ടും. എന്നിട്ട് കേബിളും ഡെഡ്പൂളും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടക്കും. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണിച്ചു തരാൻ പറയും. കേബിളിൻ്റെ അടുത്ത് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ പൊട്ടിത്തെറിച്ച് പോകുന്നു. പക്ഷേ നമ്മുടെ ഡെഡ്പൂൾ അങ്ങനെ മരിക്കില്ലല്ലോ. ആൾ ആഫ്റ്റർ ലൈഫിലേക്ക് പിന്നെയും പോകും. അവിടെ വെച്ച് പിന്നെയും വെനസനെ കാണും. വെനസനെ കാണുമ്പോൾ വെനസ അവിടെ ഇവൻ്റെ അടുത്ത് പറയാണ്, നീ റസൽ കോളിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്യുകയാണ്. പിന്നെ ബോധം വരുമ്പോൾ അവൻ ഒരു ടീം ഉണ്ടാക്കും, എക്സ്ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ടീം റസലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേബിളിൽ നിന്ന് റസലിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡെഡ്പൂളും ആ എക്സ്ഫോഴ്സും കൂടിയിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ആ കോൺവോയിനെ ഫോളോ ചെയ്ത് അവിടെ നിന്ന് റസൽ കോളിനെ രക്ഷപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് അവർ മേളിൽ നിന്ന് ചാടുന്നത്. പക്ഷേ ചാടുമ്പോൾ ഡെഡ്പൂളും ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു. ബാക്കി എല്ലാവരും ഓരോ ഹെലികോപ്റ്ററിൻ്റെ ചിറകിലും ബാക്കി എല്ലാവരൊക്കെ പെട്ട് മരിക്കുകയാണ്. രക്ഷപ്പെടുന്ന ആകെ ഉള്ളത് നമ്മുടെ ഡെഡ്പൂളും ഡോമിനോ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ്. ഡോമിനോയ്ക്ക് സൂപ്പർ പവർ എന്ന് പറയുന്നത് സൂപ്പർ ലക്കാണ്. അങ്ങനെ ആ കോൺവോയിൽ ഇവർ അറ്റാക്ക് ചെയ്യുന്ന റസലിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ജഗർനോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളായിട്ട് നമ്മുടെ ഡെഡ്പൂൾ ഒരു ഫൈറ്റ് ഉണ്ട്. അതിൽ ഡെഡ്പൂളിനെ ജഗർ ഹെഡ് കീറി 2 കഷ്ണമാക്കി കളയും. പക്ഷെ റസലിനെ ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ റസൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗർനട്ടിനെ അവിടെ അവന് സേഫിന് വേണ്ടിയിട്ട് നിർത്തിയേക്കായിരുന്നു. ശരിക്കും അവിടുത്തെ ഓർഫനേജ് ഹെഡ് മാസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു നമ്മുടെ റസൽ. അപ്പോൾ റസൽ ഈ ജഗർ ഹെഡിനെ യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെഡ്പൂൾ വന്നിരിക്കുന്ന അവനെ സഹായിക്കാനാണെന്ന് അറിയില്ലായിരുന്നു.
അപ്പോൾ കേബിള് അതിന് ശേഷം നമ്മുടെ വിൽസൻ്റെ പോയി പരിചയപ്പെട്ടിട്ട് പറയും ഞാൻ രക്ഷപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ റസലിൽ നിന്ന്. അപ്പോൾ അത് രക്ഷപ്പെടണമെങ്കിൽ അവൻ ആദ്യം ആൾക്കാരെ കൊല്ലൽ നിർത്തണമെങ്കിൽ ആദ്യത്തെ മരണം നടക്കാൻ പോകുന്നത് ഇന്നാണ്. അപ്പോൾ നീ എന്നെ സഹായിക്കണം ഈ ആദ്യത്തെ ആ കൊല ചെയ്യാതിരിക്കാൻ വേണ്ടി റസൽ. അപ്പോൾ കേബിള് വിൽസൻ്റെയും ഡൊമിനിൻ്റെയും കൂട്ടുപിടിച്ച് നമ്മുടെ റസലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. റസലാണെങ്കിൽ അവിടെ ഹെഡ് മാസ്റ്ററിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ജഗർനട്ടിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കോളിൻ അവിടെ ഹെഡ് മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവർ ഈ ജഗർ ഹെഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടായില്ല ഡോമിനോയ്ക്കും ഡെഡ്പൂളിനും കേബിളിനും. ആ സമയത്ത് നമ്മുടെ എക്സ്മെൻ ആൾക്കാരായ നമ്മുടെ കൊളസസും അവിടേക്ക് എത്തുന്നു. എന്നിട്ട് ജഗർ ഹെഡായിട്ട് ഫൈറ്റ് നടക്കുന്നു. ആദ്യം കൊളസസിന് ഇഷ്ടമല്ലായിരുന്നു നമ്മുടെ വിൽസണിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. കാര്യമാണ് വിൽസണിൻ്റെ രീതികൾ മഹാമോശമാണ്. എപ്പോഴും ആൾക്കാരെ കൊല്ല എന്നൊരു ആദ്യത്തെ പോളിസി. അതുകൊണ്ട് അത് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് വിൽസനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്മെൻ ടീംസ് കൊളസസ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഡെഡ്പൂളിൻ്റെ കഴുത്തിൽ മറ്റേ ഐസ് ബോക്സിൻ്റെ കോളർ പെടാണ്. ആ സമയത്താണ് നമ്മുടെ റസല് കേബിളിൻ്റെ മുന്നിൽ പെട്ടുപോകുന്നത്. എന്നിട്ട് കേബിള് റസലിനെ വെടിവെക്കും. നമ്മുടെ വിൽസൺ വീട് ആ സമയം ആ വെടിയുണ്ടയുടെ മുന്നിലേക്ക് ചാടും. പക്ഷേ ആ സമയത്ത് ഐസ് ബോക്സ് കോളറുള്ളതുകൊണ്ട് വീട് മരിക്കുകയാണ് ചെയ്യണം. മരിച്ചതിന് ശേഷം വെനസയുടെ അടുത്ത് പിന്നെയും ആഫ്റ്റർ ലൈഫിലേക്ക് എത്തുന്നു. അതേസമയം തന്നെ നമ്മുടെ കേബിള് നമ്മുടെ റസലിനെ ബ്ലോക്ക് ചെയ്യാണ് ഹെഡ് മാസ്റ്ററിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആൾ ഫ്യൂച്ചറിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആളുടെ ഫാമിലിയും രക്ഷപ്പെടാണ് മരണത്തിൽ നിന്ന്. പക്ഷേ നമ്മുടെ വീട് ആ സമയത്ത് മരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആൾക്ക് വീടിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ചുകൂടി ടൈം ബാക്കൗട്ട് എടുത്തിട്ട് വീടിൻ്റെ പോക്കറ്റിൽ വെനസയുടെ കോയിൻ തിരിച്ചു വയ്ക്കുകയാണ്. ആ വെനസയുടെ ആ ടോക്കൺ ഇരിക്കുന്നതുകൊണ്ട് വെടിവെച്ചപ്പോൾ വീട് രക്ഷപ്പെടാൻ ചെയ്യുന്നതായിട്ടാണ് പിന്നീട് ആവുന്നത്. അങ്ങനെ കേബിൾ വെടിവെക്കും. വിൽസൺ മരിക്കുന്നില്ല. ഹെഡ് മാസ്റ്റർ രക്ഷപ്പെടുന്നതുകൊണ്ട് കേബിളുടെ ഫാമിലി രക്ഷപ്പെടുന്നു. അങ്ങനെ നല്ല എൻഡിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്ററിനെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ വീടിൻ്റെ ടാക്സി ഡ്രൈവർ വന്ന് ഇടിച്ചു കൊല്ലാണ് ചെയ്യുന്നത്. പിന്നീട് കേബിൾ കുറച്ചുകൂടി കാലം ഇവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഫാമിലിക്ക് ഫ്യൂച്ചറിൽ നല്ല ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കുറച്ചുകൂടി നാൾ ഈ പ്രസൻറ്റിൽ നിൽക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ മിഡ് ക്രെഡിറ്റ്സ് സീക്വൻസിൽ കാണിക്കുന്നത് നമ്മുടെ നെഗസോണിക്കും പുള്ളിക്കാരിയുടെ ഗേൾഫ്രണ്ടായ യുക്കിയോ നമ്മുടെ കേബിളിൻ്റെ ഈ ടൈം ട്രാവൽ ഡിവൈസ് കേടാവുന്നുണ്ട്. അത് വീടിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ശരിയാക്കി എടുത്തതിന് ശേഷം വെനസനെ രക്ഷപ്പെടുത്തും. പിന്നെ എക്സ്ഫോഴ്സ് നമ്മുടെ ഡെഡ്പൂൾ ക്രിയേറ്റ് ചെയ്ത ഒരു ടീമുണ്ടല്ലോ എക്സ്ഫോഴ്സ്, അതിൽ നിന്ന് പീറ്റർ എന്നുള്ള ഒരാളെ രക്ഷപ്പെടുത്തും. ഞാൻ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് വേർഷന് നമ്മുടെ വീടിൻ്റെ മറ്റേ വോൾവേറിയൻ ഒറിജിനലിൽ ഉണ്ടായിരുന്ന ആ വേർഷനെ കൊല്ലുന്നു. പിന്നെ റാൻ റൊണാൾഡ്സിനെ കൊല്ലുന്നു ഗ്രീൻ ലാൻറ്റേണിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് തീർന്നേക്കാൾ മുമ്പ്. അങ്ങനെ കുറച്ച് നല്ല രസകരമായ കോമഡി സീൻസ് കാണിച്ച് അവസാനിക്കുകയാണ് മിഡ് ക്രെഡിറ്റ് സീൻസ്. അപ്പോൾ ഇനി നമുക്ക് ഡെഡ്പൂൾ 3ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഡെഡ്പൂൾ 3 എനിക്ക് തോന്നുന്നു മൾട്ടിവേഴ്സ് ഓപ്പൺ ആവുന്ന പരിപാടിയാണ്. അതിൽ നമ്മുടെ വോൾവേറിയനായിട്ട് കണ്ടുമുട്ടുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ കാണിക്കുന്നു. നല്ല രസമായിരിക്കും. ഡെഡ്പൂൾ 3 ഒരു മാർവലിൻ്റെ തന്നെ ഒരു ഗെയിം ചേഞ്ചിങ് മൂവി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റീക്യാപ്പ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.